പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ പുതുവർഷത്തിലെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾക്ക് ഒരിക്കൽ കൂടി ആയിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവയിടയാക്കിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹബക്കുക്ക് പറഞ്ഞതുപോലെ, യഹോവേ, ആണ്ടുകൾ കഴിയും മുൻപേ അവിടുത്തെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ, അവിടുത്തെ പ്രവൃത്തി ജീവിപ്പിക്കണമേ എന്ന്. ഹല്ലേലൂയ. ഈ നാളുകളിൽ നമുക്ക് പിന്നെയും കർത്താവിൻ്റെ സന്നിധിയിലെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ തക്കോണം സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപ ധാരാളമായി നമ്മുടെ മേൽ വ്യാപരിക്കുവാനും ഇടയാകട്ടെ. ഹല്ലേലൂയ. നമുക്കിപ്പോൾ പ്രാർത്ഥനയ്ക്കാണ് ഏറിയ സമയങ്ങൾ ചിലവഴിക്കേണ്ടത്. ഹല്ലേലൂയ. പ്രിയരേ, നമ്മുടെ ജീവിതത്തിലെ എല്ലാം നമ്മൾ വിചാരിക്കാത്ത പ്രതികൂലമായ സാഹചര്യങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ലോകം തന്നെ ഹല്ലേലൂയ കടന്നു പോകുന്നത്. അതേപോലെ ഓരോ വാർത്തകളിലൂടെ നമ്മൾ ഇന്ന് ഹല്ലേലൂയ യുദ്ധങ്ങൾ, അതുപോലെ പല പ്രശ്നങ്ങളിലൂടെ മാരക രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, എന്തെല്ലാം അനിഷ്ട സംഭവങ്ങളൊക്കെ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നമ്മൾ പ്രതീക്ഷിക്കാത്ത വിഷയങ്ങളാണ് അനുനിമിഷം വന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ആർക്കും ആരെയും സഹായിപ്പാൻ കഴിയാത്ത വിധത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അരിമനാഥൻ പറഞ്ഞതുപോലെ ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രി വരുന്നു. ഹല്ലേലൂയ. പകൽക്കാല ദൈവസന്നിധിയിൽ നമുക്കതിന് പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. സ്തോത്രം. അതേ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മുടെ രാഷ്ട്രപിതാവാകുന്ന മഹാത്മാഗാന്ധി ഇങ്ങനെയാണ് പറയുന്നത്: ശരീരത്തിന് ഭക്ഷണം പോലെയാണ് ആത്മാവിന് പ്രാർത്ഥന. ശക്തി കുറഞ്ഞ ബാറ്ററി റീചാർജ് ചെയ്യുന്നത് പോലെയാണ് പ്രാർത്ഥന. ശ്വാസോച്ഛ്വാസം പോലെയാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് ഏറിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം കൂടിയാലും അതിന് ഒരു നഷ്ടവും വരികയില്ല. പ്രിയമുള്ളവരെ, എത്ര സമയം പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കാമോ അത്രയും സമയം പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ, കൃപ നൽകുമാറാകട്ടെ. നമ്മൾ എപ്പോഴെല്ലാമാണ് പ്രാർത്ഥിക്കേണ്ടത്? സങ്കീർത്തനക്കാരൻ 55 സങ്കീർത്തനം 17 വാക്യത്തിൽ പറയുന്നു, കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ രാവിലെ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞു, ഇനി പ്രാർത്ഥിക്കേണ്ടെന്നല്ല, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കണം. രാവിലെയും പ്രാർത്ഥിച്ചു, ഉച്ചയ്ക്കും പ്രാർത്ഥിച്ചു, അതുകൊണ്ട് ഇനിയും പ്രാർത്ഥന മതിയെന്ന് വയ്ക്കുവാനല്ല, വൈകുന്നേരത്തും നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരനായ ദാവീദ് പാടിയതാണ്. ദാവീദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, രാജാവായിരിക്കുമ്പോൾ തനിക്ക് എത്ര ബിസിയാണ്. എങ്കിലും ദാവീദ് പറയുക, കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കുമെന്നാണോ? സങ്കടം ബോധിപ്പിച്ച് കരയും. ഹല്ലേലൂയ. രാജാവിനറിയാൻ രാജാവിൻ്റെ അരികെ എത്രയോ പ്രജകളാണ് വരുന്നത് സങ്കടം ബോധിപ്പിക്കാനായി. പക്ഷേ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ താൻ തൻ്റെ സങ്കടം ആദ്യമേ ബോധിപ്പിക്കുക. രാജാതി രാജാവാകുന്ന, കർത്താതി കർത്താവാകുന്ന സർവശക്തന്റെ മുൻപാകെ താൻ തൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. പ്രജകൾ തൻ്റെ ഒരിക്കൽ വരുന്നത് ഒരിക്കലേ വരുത്തുള്ളൂ സങ്കടം ബോധിപ്പിക്കാനായി, അല്ലേ? ഒരിക്കൽ വന്ന് സങ്കടം ബോധിപ്പിച്ചിട്ട് അവർ കടന്നു പോകും. പക്ഷേ ദാവീദ് പറയുകയാ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയും. നമ്മൾ സങ്കടം ബോധിപ്പിക്കുമ്പോൾ ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും? ഉള്ളിലെ ഭാര നിമിത്തം, വേദന നിമിത്തം കരഞ്ഞു പോകും. ചിലരുടെ മുന്നിലൊക്കെ നമ്മൾ വർത്താനം പറയുമ്പോൾ, ചില വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോൾ അറിയാതെ എന്ത് ചെയ്തു പോകും? കരഞ്ഞു പോകും. സ്ഥലകാലബോധം ഇല്ലാതെ കരഞ്ഞു പോകും. കരഞ്ഞു കഴിയുമ്പോഴേ ഓർക്കുന്നു, അയ്യോ എന്തിനാ കരഞ്ഞത്, അവരുടെ മുന്നിൽ കരയുണ്ടായിരുന്നു, എന്തിനാണ്? കാരണം ആ വിഷയത്തെക്കുറിച്ച് ഹൃദയത്തിനകത്തുള്ള വേദന, ഹൃദയത്തിനകത്തുള്ള ആ ഭാരം, അത് കണ്ണുനീരായി പുറത്തേക്ക് വരുവാനിടയാകുന്നു. പ്രിയമുള്ളവരെ, ദാവീദ് അതാ പറഞ്ഞത്, കർത്താവിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം?
കരഞ്ഞ് സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്പോഴെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാമെന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഹല്ലേലൂയ പ്രിയമുള്ളവരെ, നമുക്കറിയാം രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലേ. രാത്രിയിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നമുക്കറിയാം 119 സങ്കീർത്തനം അതിൻ്റെ 55 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ രാത്രിയിൽ ഞാൻ എഴുന്നേൽക്കും. എന്തിനാണ്? കർത്താവിൻ്റെ നാമങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യേണ്ടതിന്. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ രാത്രിയിൽ ഞാൻ എഴുന്നേൽക്കും. അവിടെ കൊണ്ടൊന്നും ദാവീദ് നിർത്തുന്നില്ല. പിന്നെയും പറയുകയാണ്, ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. എന്തിനാണെന്നറിയാമോ? തിരുനാമം ഓർക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ രാത്രിയിലും അർദ്ധരാത്രിയിലും മാത്രമല്ല, ദാവീദ് പറയുന്നുണ്ട്, ഞാൻ യാമങ്ങൾ തോറും നോക്കിയിരിക്കുന്നു. യാമങ്ങൾ തോറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 119 സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട് ഹല്ലേലൂയ യാമങ്ങൾ തോറും. 119 164 വാക്യത്തിൽ പറയുന്നു, ദിവസം 7 പ്രാവശ്യം ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓരോ യാമങ്ങൾ തോറും കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്ര. ഹല്ലേലൂയ. നമുക്ക് എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ചിലരൊക്കെ ഏത് സമയത്താണ് പ്രാർത്ഥിക്കേണ്ടത്, എപ്പോൾ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, ചിലർക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. എന്നാൽ വചനം പറയുകയാണ്, നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏത് സമയത്തും കടന്നു നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. നമ്മൾ എവിടെയായിരിക്കുന്നു അവിടെ ഇരുന്നും കൊണ്ട് നമുക്ക് വിളിച്ചപേക്ഷിക്കാം ദൈവത്തെ. ഹല്ലേലൂയ. ഇവിടെ ആമേൻ കർത്താവിൻ്റെ വചനം പറയുന്നു, ഏതെങ്കിലും ഒരു ജോലി ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു കാര്യം, സംഗതികൾ പൂർത്തിയാക്കിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. സ്തോത്ര. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ ഏൽപ്പിച്ച ഒരു ദൗത്യം പൂർത്തിയാക്കിയിട്ട്, ഇവിടെ മത്തായിയുടെ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 13 വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം അതിൻ്റെ 15 വാക്യത്തിലും പറയുന്നുണ്ട്, കർത്താവ് ഹല്ലേലൂയ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നിർവഹിച്ചിട്ട് തനിയെ പ്രാർത്ഥിക്കുവാനായി മലയിലേക്ക് കയറിപ്പോയി. നമുക്കറിയാം കർത്താവ് എപ്പോഴും മലയിൽ പോയി പ്രാർത്ഥിക്കുന്ന, രാത്രിയുടെ യാമങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ താൻ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാനായി പോകുമ്പോൾ നമുക്കറിയാം തൂണുകളായി എണ്ണപ്പെട്ട യാക്കോബ്, യോഹന്നാൻ, പത്രോസ് ഇവരെ കൂടെ കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുവാനായി കൊണ്ടുപോകുന്നുണ്ട്. ഒരിക്കൽ അങ്ങനെ രൂപാന്തരമലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കർത്താവിൻ്റെ സ്വർഗീയ തേജസ്, ആ പ്രഭാവത്തിൽ കർത്താവിനെ കാണുവാനിടയായി തീർന്നു. ഉടനെ പത്രോസ് പറയുകയാണ്, നാഥ നാം ഇവിടെ പാർക്കുന്ന നന്ന് ഞാൻ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് മോശയ്ക്ക്. ഏലിയാവും മോശയും ഇറങ്ങി വന്ന് കർത്താവിനോട് സംഭാഷിക്കുന്നതായി കണ്ടു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഹല്ലേലൂയ ആമേ ശക്തമായി പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ അവിടെ വെളിപ്പെട്ട് വരികയാണ് ആ പ്രാർത്ഥനയിൽ. ആമേ പത്രോസ് നോക്കിയപ്പോൾ കാണുകയാണ് ഏലിയാവും മോശയും ഇറങ്ങി വന്നു. അവർ രണ്ടുപേരും ഇറങ്ങി വന്ന് യേശു കർത്താവിനോട് സംഭാഷിക്കുന്നതായി കണ്ടു. ഹല്ലേലൂയ. കർത്താവ് എപ്പോഴും പ്രാർത്ഥിക്കുവാനായി മലയിൽ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്തു കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് പൂർത്തിയാക്കിയതിന് ശേഷം നമുക്ക് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. സ്തോത്ര. ഹല്ലേലൂയ. അതുപോലെ തന്നെ കർത്താവ് ആമേൻ ഹല്ലേലൂയ ഗെത്സമന തോട്ടത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് ആമേൻ തനിക്കൊരു വലിയൊരു പരീക്ഷ വരാൻ പോവുകയാണ്. അതിനു മുൻപായിട്ട് കർത്താവ് ഗെത്സമന തോട്ടത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാരെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ അവിടെ പോയിരുന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. ശിഷ്യന്മാർ അവിടെ ഇരിക്കുക. പക്ഷെ അവരുറങ്ങിപ്പോയി. അവർ പകലത്തെ ക്ഷീണവും യാത്രയും ശുശ്രൂഷയും എല്ലാം കൊണ്ട് ക്ഷീണിച്ച് അവരുറങ്ങിപ്പോയി. പക്ഷെ കർത്താവിന് ഉറക്കമൊന്നും വന്നില്ല. കർത്താവ് ഇനി തൻ്റെ മുൻപിൽ വരാൻ പോകുന്ന ആ പരീക്ഷകളെ ഓർത്ത് അതിൽ നിന്ന് അതിജീവിക്കേണ്ടതിന് ഒരു മനുഷ്യൻ എന്ന നിലയിൽ
താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അവിടെ കർത്താവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ശരീരത്തിൽ, തൻ്റെ രോമകൂപങ്ങളിൽ കൂടി രക്തം വരുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, അതിവേദനയാൽ കർത്താവ് അവിടെ ഭാരപ്പെട്ടു. പിതാവായി ദൈവത്തോട് പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവി, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. അത്രയ്ക്ക് പ്രാർത്ഥനയിൽ കൂടി താൻ അതിവേദന സഹിക്കുവാനിടയായി തീർന്നു. ഇന്ന് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും സർവശക്തന്റെ വിടുതൽ വ്യാപരിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ, ഹല്ലേലൂയ, നമുക്ക് ചില പരീക്ഷകൾ നേരിടുന്നതിന് മുൻപേ പരിശുദ്ധാത്മ നിയോഗത്തിൽ നാം പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുമ്പോൾ ആത്മാവിൽ ചില വിടുതലുകൾ പ്രാപിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, ആമേൻ. അതേപോലെ തന്നെ കർത്താവിന് ശുശ്രൂഷയുടെ ഭയങ്കരമായ തിരക്കുള്ളപ്പോഴും കർത്താവ് പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ 5-ാം അധ്യായം അതിന്റെ 15-16 വാക്യത്തിൽ കാണുന്നു, കർത്താവ് നിർജ്ജന പ്രദേശത്തേക്ക് പോയി പ്രാർത്ഥനയിൽ വേർതിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് വളരെ ശുശ്രൂഷ ചെയ്തു. അനേക രോഗികൾക്ക് സൗഖ്യം കൊടുത്തു. അനേകരോട് വചനം സംസാരിച്ചു. വചനം സംസാരിച്ച് കർത്താവ്, ആമേൻ, ഹല്ലേലൂയ, അക്കരയ്ക്ക് പോയപ്പോൾ അവിടേക്ക് കർത്താവ് അവിടെ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് കാൽനടയായി അനേകർ അവിടെ കൂടി വന്നു. അപ്പോൾ അവരുടെ നടുവിൽ പോയി കർത്താവ് പ്രസംഗിക്കല്ല അടുത്തത് ചെയ്തത്, നിർജ്ജന പ്രദേശത്തേക്ക് മാറിപ്പോയിരുന്നു പിതാവുമായി പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു. ശുശ്രൂഷ കഴിഞ്ഞു, ഇനി അടുത്ത ശുശ്രൂഷയ്ക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന യേശു കർത്താവ് നല്ല മാതൃകയാണ് നമുക്ക് നൽകി തന്നത്. കർത്താവിൻ്റെ മാതൃകയാണ് നമ്മൾ പിന്തുടരേണ്ടത്. ദൈവസന്നിധി നമുക്കൊരു ശുശ്രൂഷ കിട്ടിയാൽ ആ ശുശ്രൂഷയ്ക്ക് മുൻപായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ആ ശുശ്രൂഷ കഴിഞ്ഞിട്ട് നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കാറുണ്ട്? ആ ശുശ്രൂഷ കഴിഞ്ഞിട്ടും ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് മുട്ടുകുത്തി നമ്മൾ സമയങ്ങൾ വേർതിരിച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഹല്ലേലൂയ, പിതാവുമായിട്ട് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കണം. ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എത്രത്തോളം നമുക്ക് പ്രാർത്ഥിക്കുവാനായി സമയം ചെലവഴിക്കുമോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ വിടുതലുകൾ കാണുവാനിടയായിത്തീരും. ഹല്ലേലൂയ, അത്ഭുതങ്ങൾ കാണുവാനിടയായിത്തീരും. വചനം കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ രോഗസൗഖ്യമായി, വിടുതലുകളായി, ആമേൻ, പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായിത്തീരുന്നു. നാം എത്രത്തോളം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നോ അത്രത്തോളം കർത്താവിൻ്റെ അത്ഭുത വിടുതലുകൾ വെളിപ്പെടുവാനിടയായിത്തീരുന്നു. ഹല്ലേലൂയ, ആമേൻ. അതേപോലെ ഹല്ലേലൂയ, കർത്താവ് പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുന്നതിന് മുൻപേ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ സമയം ചിലവഴിച്ചു. രാവിലെ എഴുന്നേറ്റ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരുടെ നടുവിൽ നിന്ന് 12 അപ്പോസ്തലന്മാരെ വേർതിരിക്കുന്നു. അപ്രധാനപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നതിന് മുന്നമേ രാത്രി മുഴുവൻ കർത്താവ് പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു. ഹല്ലേലൂയ. പിതാവിൻ്റെ തിരുസന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചിട്ടാണ് പ്രഭാതമായപ്പോഴേക്കും ഹല്ലേലൂയ ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് ഹല്ലേലൂയ അവരിൽ നിന്ന് 12 അപ്പോസ്തലന്മാരെ വേർതിരിക്കുവാനിടയായി തീർന്നത്. കർത്താവ് കാണിച്ച മാതൃക പ്രകാരം പ്രധാന ശുശ്രൂഷകൾ നാം ചെയ്യുന്നതിന് മുൻപായി തന്നെ കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. നാം അങ്ങനെ പ്രാർത്ഥനയിൽ സമയം വേർതിരിക്കുന്നുവെങ്കിൽ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകൽക്കാലം നമ്മിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയാക്കും. ഹല്ലേലൂയ. നമ്മിൽ കൂടി കർത്താവിന്റെ വലിയ പ്രവർത്തികൾ ദേശത്തിന്റെ നടുവിൽ ആമേൻ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ചെയ്തെടുക്കുവാനിടയാകുന്നു. പ്രിയമുള്ളവരെ, അതേപോലെ നമുക്കറിയാം ആമേൻ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസും ശീലാസും ഫിലിപ്പിയിൽ കാരാഗ്രഹത്തിലായിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ കാരാഗ്രഹത്തിൽ അവർ കഷ്ടതയുടെ നടുവിലായിരിക്കുമ്പോൾ അർദ്ധരാത്രിയിൽ ആ കാരാഗ്രഹത്തിന്റെ നടുവിൽ അപ്പോസ്തലനായ പൗലോസും ശീലാസും എന്ത് ചെയ്യുന്നു? അവർ പാടി ദൈവത്തെ സ്തുതിക്കുവാനിടയായി. പ്രാർത്ഥിച്ച് അവർ പാടി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, അവര് കഷ്ടതയുടെ നടുവിലാണ്. അവരുടെ കൈകൾ കാലുകൾ ആമത്തിൽ കിടക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. അവർക്ക് അനങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ വളരെയധികം അവരെ അടിച്ച് അവരുടെ ദേഹം മുഴുവൻ വളരെ വേദനയാൽ ശരീരം വളരെയധികം പ്രയാസത്തിലായിരിക്കുകയാണ്. പക്ഷേ അർദ്ധരാത്രിയായപ്പോൾ അവർ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുവാനിടയായി തീർന്നു. കഷ്ടതയുടെ നടുവിൽ, പ്രയാസത്തിന്റെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ കർത്താവിനെ പാടി സ്തുതിക്കുവാനിടയായി തീർന്നു. നമ്മളെ കൊണ്ടത് പലപ്പോഴും കഴിയാതെ പോകുന്നു. നമുക്ക് ചെറിയ ഒരു വിഷയം വരുമ്പോൾ നമ്മുടെ മനസ്സ് കഠിനപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ മനസ്സ് പതറിപ്പോകുന്നു. ചിലപ്പോൾ നമ്മുടെ മനസ്സ് സ്തംഭിച്ചു പോകുന്നു. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്നറിയാതെ പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പാടുവാൻ പറ്റുന്നില്ല, സംഗീതനം വായിക്കാൻ പറ്റുന്നില്ല, ദൈവസന്നിധിയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ സ്തംഭിച്ചു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, കഷ്ടതയുടെ നടുവിൽ പൗലോസ് ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചതുപോലെ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, കഷ്ടത കടന്നു വരുമ്പോൾ നമുക്കും ദൈവത്തെ പാടി സ്തുതിക്കുവാനിടയാകണം, പ്രാർത്ഥിക്കുവാനിടയാകണം, ദൈവവചനം വായിക്കുവാനിടയാകണം. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ നടക്കുവാനിടയാകും. പൗലോസ് ശീലാസും പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ള കാരാഗ്രഹത്തിൽ കടന്ന സകലരുടെ തടവുകാരുടെ എല്ലാം ചങ്ങലകൾ അഴിഞ്ഞു പോകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് അവിടെ ഒരു കാര്യം വ്യക്തമാണ്. അവരുടെ ചങ്ങല അവിടെ മാനുഷികമായ രീതിയിലല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കൊണ്ട് അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു മാറിയെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമേൻ കഷ്ടതയുടെ നടുവിലായിരുന്ന പൗലോസ് ശീലാസും അവിടെ പ്രാർത്ഥിച്ചപ്പോൾ ആ തടവുകാരുടെ എല്ലാം പാപങ്ങൾ, അവരെന്ത് പാപമാണോ ചെയ്തിരുന്നത് ആ പാപം നിമിത്തമാണല്ലോ അവർ കാരാഗ്രഹത്തിൽ വന്ന് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരായിരുന്നത്. എന്നാൽ പൗലോസ് ശീലാസും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവരുടെ പാപം ക്ഷമിച്ചു. കർത്താവ് അവരുടെ പാപം ക്ഷമിച്ചതിന്റെ പ്രത്യക്ഷ അടയാളമാണ് കർത്താവ് അവരുടെ ചങ്ങലകൾ അഴിച്ചു മാറ്റി. ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ പാടി ആരാധിക്കുമ്പോൾ അനേകരുടെ പാപത്തിന്റെ ചങ്ങലകൾ അഴിഞ്ഞു മാറുവാനിടയാകുന്നു. പാപത്തിന്റെ ഹല്ലേലൂയ പരിഹാരം അവിടെ ഉണ്ടാകുവാനിടയാകുന്നു. പ്രിയമുള്ളവരെ, ഏത് പാപമാണോ ചെയ്തിരിക്കുന്നത്, ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരായിരിക്കുന്നുവെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിച്ച് സ്തുതിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ പാപത്തിന്റെ ചങ്ങലകൾ അഴിഞ്ഞു മാറുവാനിടയാകുന്നു, പാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറുവാനിടയാകുന്നു. അവിടെയാണ് ദൈവത്തിന്റെ സമാധാനം, അവിടെയാണ് ദൈവത്തിന്റെ സന്തോഷം, അവിടെയാണ് ദൈവിക വിടുതലുകൾ വ്യാപരിക്കുവാനിടയാകുന്നത്. ഹല്ലേലൂയ. കാരാഗ്രഹ പ്രമാണി ചോദിച്ചു, കാരാഗ്രഹ പ്രമാണി വാളെടുത്ത് താൻ തന്നെ മരിക്കുവാനായി ഓങ്ങി. പൗലോസ് പറയുക, നീ ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്, ആരും പോയിട്ടില്ല. പ്രിയമുള്ളവരെ, കർത്താവിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അവിടെ തടവുകാരെല്ലാം അവരുടെ തടവ് ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണപ്പോൾ എല്ലാവരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചേനെ. പക്ഷെ ആരും ഓടി രക്ഷപ്പെട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ വിടുതലാണ് അവിടെ വ്യാപരിച്ചത്, ആത്മാവിന്റെ പ്രവൃത്തിയാണ് അവിടെ വെളിപ്പെട്ടത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ,
പരിശുദ്ധാത്മാവിന്റെ വിടുതൽ വ്യാപരിക്കുമ്പോൾ, ആത്മാവിന്റെ ഹല്ലേലൂയ പ്രവൃത്തി വ്യാപരിക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും, കെട്ടുകൾ അഴിഞ്ഞു പോകും. പരിശുദ്ധാത്മാവോടെ വലിയ കാര്യങ്ങളെ ചെയ്യുവാനിടയായി തീരും. പൈശാചികമായ ഹല്ലേലൂയ ബന്ധനങ്ങളിലായിരിക്കുന്നവർ, ആമേൻ, കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ അടയ്ക്കപ്പെട്ട അനുഭവങ്ങളിലായിരിക്കുന്നവർ, ഇരുട്ടിന്റെ വ്യാപാരത്തിലായിരിക്കുന്നവരെ എല്ലാം ദൈവത്തിന്റെ ആത്മാവ് വിടിയിപ്പാനിടയാകുന്നു. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുക, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. പ്രിയമുള്ളവരെ, അതെ, അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും. അപ്പോൾ രാത്രി എന്നില്ല, അർദ്ധരാത്രി എന്നില്ല, യാമങ്ങളെന്നില്ല, കഷ്ടതയെന്നില്ല, കാരാഗ്രഹമെന്നില്ല, നമ്മളൊരു ജോലിക്ക് പോകുമ്പോഴെന്നില്ല, തീർന്നെന്നില്ല, തിരക്കെന്നില്ല, ഒന്നും ഒരു പ്രത്യേക സമയം എടുത്തു പറയാതെ അപ്പോസ്തലൻ പറയുക, ഏത് നേരത്തും പ്രാർത്ഥിക്കാം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ ജാഗരിച്ചും കൊണ്ട് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, കർത്താവ് അതാ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഏത് സമയത്തും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നവരായി, പ്രാർത്ഥിക്കുവാനായി. ഇപ്പം പ്രസംഗിക്കാൻ ധാരാളം പേരുണ്ടല്ലേ, ഇഷ്ടം പോലെ നമുക്ക് പ്രസംഗരെ കാണാൻ പറ്റും. ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പ്രസംഗിക്കാൻ അധികം ആൾക്കാരുണ്ട്. എവിടെയും ആർക്ക് വേണമെങ്കിലും പ്രസംഗിക്കാം. പക്ഷേങ്കിൽ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുന്നതാണ് പ്രയാസമുള്ള കാര്യം. പ്രാർത്ഥിക്കുവാനായിട്ട് ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പ്രാർത്ഥിക്കുവാൻ ഏറിയ സമയം നമ്മൾ ചെലവഴിക്കുമെങ്കിൽ അത്ഭുതങ്ങൾ കാണുവാനിടയായിത്തീരും. പ്രസംഗത്തിൽ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ, ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ ഏറിയ സമയം ചെലവഴിക്കണം. ഹല്ലേലൂയ. കർത്താവുമായിട്ട് ഏറിയ സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കണം. കർത്താവ് നമുക്ക് നല്ല മാതൃക വെച്ചിച്ചു പോയി, നല്ല മാതൃക നമുക്ക് കാണിച്ചു തന്നു. താൻ എപ്പോഴും രാത്രിയുടെ യാമങ്ങളിൽ മലയിൽ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഗെത്സമന തോട്ടത്തിൽ പോയിരുന്ന് എപ്പോഴും പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു കൊണ്ടിരുന്നു. നിർജ്ജന പ്രദേശങ്ങളിൽ പോയിരുന്ന് കർത്താവ് പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു കൊണ്ടിരുന്നു. തൻ്റെ അരിമ ശിഷ്യന്മാരുമായിട്ട് തൂണുകളായി എണ്ണപ്പെട്ട യാക്കോബ്, പത്രോസ്, യോഹന്നാൻ, അവരുമായി കർത്താവ് രൂപാന്തരമലയിൽ, മറുരൂപമലയിൽ പോയിരുന്ന പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായി സമയങ്ങളെ വേർതിരിക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഏറിയ സമയം പ്രാർത്ഥനയ്ക്കായി നമുക്ക് ചെലവഴിക്കാം. നമുക്കറിയാം, കർത്താവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ 3.5 വർഷം കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ. അവർ 3 വർഷം കർത്താവിൻ്റെ കൂടെ നടന്ന് അത്ഭുതങ്ങൾ കണ്ടു, വചനം കേട്ടു, ശുശ്രൂഷയിൽ പങ്കുകൊണ്ടു, എല്ലാം ചെയ്തു. പക്ഷേങ്കിൽ ഹല്ലേലൂയ, കർത്താവ് ഹല്ലേലൂയ അവർക്ക് കൊടുത്തതിലും അധികം ശുശ്രൂഷകൾ അപ്പോസ്തലനായ പൗലോസ് പ്രാപിക്കുവാനിടയായി തീർന്നു. എങ്ങനെയാണ്? താൻ നേരെ യെരുശലേമിൽ നിന്ന് അറേബ്യ മരുഭൂമിയിലേക്ക് പോയി അവിടെ 3 ആണ്ടും 6 മാസവും കർത്താവിനോട് കൂടെ ആ മരുഭൂമിയിൽ താണിരുന്ന് കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്തെന്നാൽ, ഹല്ലേലൂയ, പ്രാഗൽഭ്യത്തോടെ തനിക്ക് പറയുവാൻ കഴിയും. ആമേൻ. 21 ലേഖനങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസ്, ഹല്ലേലൂയ, തൻ്റെ, ആമേൻ, ഹല്ലേലൂയ, ഈ 21 ലേഖനങ്ങളിൽ പ്രധാനപ്പെട്ട, ആമേൻ, 14 ലേഖനങ്ങളും അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ, ഇതെല്ലാം താൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ പുതുവർഷത്തിൽ ഒരു തീരുമാനമെടുക്കാം. കർത്താവേ, എനിക്ക് തരുന്ന സമയത്തിൽ
ഇനി ഏറിയ പങ്കും പ്രാർത്ഥനയ്ക്കായി ഞാൻ സമയം വേർതിരിക്കുമെന്ന്. അത് നമ്മൾ വ്യക്തിപരമായി കർത്താവുമായിട്ടുള്ള പ്രാർത്ഥനയാകാം, കുടുംബ പ്രാർത്ഥനയാകാം, സഭയുടെ പ്രാർത്ഥനയാകാം, കൂട്ടായ്മയുടെ പ്രാർത്ഥനയാകാം, മറ്റ് പല പല പ്രാർത്ഥനകൾ. ഏറിയ സമയം നമുക്ക് പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കാം. അങ്ങനെയെങ്കിൽ ഈ 2025 എന്ന് പറയുന്ന ഈ വർഷം പ്രാർത്ഥനയുടെ വർഷമായി നമുക്ക് പ്രഖ്യാപിക്കാം. ഹല്ലേലൂയ. ഈ വർഷം പ്രാർത്ഥനയുടെ വർഷമായി. ആമേൻ. ഹല്ലേലൂയ. ഈ വർഷത്തെ പ്രാർത്ഥനയുടെ വർഷമായി മാറ്റിക്കൊണ്ട് ലഭിക്കുന്ന സമയമൊക്കെ പ്രാർത്ഥനയ്ക്കായി വേർതിരിച്ചും കൊണ്ട് ദൈവവുമായിട്ടുള്ള സംസാരത്തില്, ദൈവിക സാന്നിധ്യത്തില്, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലായിരിക്കാൻ തക്കണം പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. അതിനായി ഹല്ലേലൂയ എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. തൻ്റെ ജനം ദൈവസന്നിധിയിലെ പ്രാർത്ഥനയോടെ കടന്നു വന്ന മക്കളെയെല്ലാം സ്വർഗം അനുഗ്രഹിക്കുമറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിച്ച കർത്താവുമായി ഏറിയ സമയങ്ങൾ പ്രാർത്ഥനയിൽ ചെലവിടുവാൻ തക്കവണ്ണം ഈ പുതുവർഷത്തിലെ പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ പുതുവർഷത്തിലെ വലിയ വലിയ അത്ഭുതങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തെടുക്കുവാൻ തക്കവണ്ണം തൻ്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് മാനിക്കുമറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, കർത്താവെ വിവിധ വീര്യപ്രവർത്തികളാൽ അവിടുന്ന് ഹല്ലേലൂയ അനുഗ്രഹിക്കുമറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അവിടുന്ന് പ്രാർത്ഥനയാചന കേട്ടതിനായി സ്തോത്രം. മാനവും മഹത്വം എടുത്തിരിക്കാലെ സ്തോത്രം. യേശുവിൻ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു പ്രിയ പിതാവേ, കൃപയോട് കേൾക്കുമറകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. പ്രാർത്ഥനയ്ക്കായി, ആരാധനയ്ക്കായി കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് കുണ്ട്രയിലുള്ളതായ ബെഥെസ്ത ചർച്ചിൽ, ഞങ്ങളുടെ ചർച്ചിൽ ആരാധനയുണ്ട്. സൺഡേ രാവിലെ 9 മണി മുതൽ 12 മണി വരെയാണ് ആരാധന. എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.